വെൽക്കം ബാക്ക് ടു ബ്രൈറ്റ് ഡിസൈൻസ്. ഇന്ന് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. സാരി ബ്ലൗസിൻ്റെ സെയിം ക്ലോത്ത് തന്നെയാണിത്. ഞാനിതിൽ ചരിച്ച് ക്രോസ് പീസസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വീതിക്കാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. 2 പീസ് ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കട്ടിങ്ങിൽ തന്നെ 2 ക്രോസ് പീസ് കിട്ടും. സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ടും ബാക്കും റൗണ്ട് നെക്കുകളാണ് ഞാനിപ്പോൾ ക്രോസ് പീസ് വെച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ മാർക്കിങ്ങിൽ കൂടി ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ റൗണ്ട് എത്രയാണെന്ന് അളന്ന് നോക്കിയ ശേഷം അതേ ലെങ്ത്തിലായിരിക്കണം ക്രോസ് പീസസ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഇതിങ്ങനെ വലിയുന്ന പീസസ് ആയിരിക്കും. ഇനി ഓരോ പീസസും ഇതുപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഇതേപോലെ നീളത്തിൽ ക്രോസ് പീസസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നേരെ സെൻറ്റർ വൈസ് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മടക്കാതെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ സൈഡൊന്ന് ലോങ് സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ലെങ്ത്ത് 4ലാണ് ഇടുന്നത്. സൈഡ്സ് ഒന്ന് ജോയിൻ ചെയ്ത് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് നെക്കിൻ്റെ സൈഡിൽ വെച്ച് തയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതുപോലെയാണ് ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നെക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് നെക്കിൻ്റെ ലൂപ്സിൻ്റെ സൈഡിൽ നിന്നാണ് അറ്റാച്ച് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം ഞാൻ ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. 4 ഇഞ്ച് വീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ക്രോസ് പീസ് ആയതുകൊണ്ട് നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്കിത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നെക്കിൻ്റെ ഫുൾ റൗണ്ട് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിങ്ങനെ മറിച്ച് വെച്ചിട്ട് തയ്യൽ തുമ്പ് ഇതുപോലെ ചരിച്ച് വെച്ച് മീതയിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തെടുക്കണം. ഇതുപോലെ ഈ ക്രോസ് പീസിൻ്റെ മുകളിൽ കൂടി വേണം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാൻ. ക്രോസ് പീസ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ട് ഇപ്പുറത്തോടി വേണം സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ തയ്യൽ തുമ്പ് ഇങ്ങനെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്താൽ ഈ പീസ് ഉള്ളിലേക്ക് നമുക്കെടുത്ത് ഹെമ്മിങ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇതുപോലെയാണ് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി ഈ പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് സൂചിയും നൂലും കൊണ്ട് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.